ഒരു IAS ഓഫീസറുടെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ സെഷൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ IAS ഓഫീസർ. ഗവൺമെൻറ്റിൻ്റെ അഫയേഴ്സ് ഹാൻഡിൽ ചെയ്യുക, വ്യത്യസ്ത മന്ത്രാലയങ്ങളുമായോ വകുപ്പുകളുമായോ അതിൻ്റെ ചുമതലയുള്ള അതാത് മന്ത്രിമാരുമായോ കൂടിയാലോചിച്ച് വേണ്ട നടപടികൾ എടുക്കുക, എമർജൻസി സിറ്റുവേഷനുകളിൽ റെസ്പോണ്ട് ചെയ്യുക, സർക്കാരിൻ്റെ വിവിധ ഫണ്ടുകൾ മാനേജ് ചെയ്യുക, ഗവൺമെൻറ്റിൻ്റെ നയരൂപീകരണത്തിലും അതിൻ്റെ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷനിലും സഹായിക്കുക തുടങ്ങിയവയാണ് ഒരു IAS ഓഫീസറുടെ എസെൻഷ്യൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും സഹായിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു IAS ഓഫീസറുടെ എസെൻഷ്യൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ എസെൻഷ്യൽ റോൾസ് എന്ന് പറയുന്നത്. ഒരു IAS ഓഫീസറുടെ ഫങ്ഷണൽ റോൾസ് തീരുമാനിക്കുന്നത് അവർക്ക് ലഭിക്കുന്ന അസൈൻമെൻറ്റ്സ് അനുസരിച്ചാണ്. ഫീൽഡ് അസൈൻമെൻറ്റ്, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അസൈൻമെൻറ്റ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അസൈൻമെൻറ്റ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് അസൈൻമെൻറ്റ് എന്നിങ്ങനെ 3 ടൈപ്പ് അസൈൻമെൻറ്റ്സ് ആണ് ഉള്ളത്. ദ മോസ്റ്റ് ചാലഞ്ചിങ് റോൾ എന്നറിയപ്പെടുന്ന അസൈൻമെൻ്റ് ആണ് ഫീൽഡ് അസൈൻമെൻറ്റ്. സബ് ഡിവിഷണൽ ലെവലിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അഥവാ SDM ആയിട്ടും, ഡിസ്ട്രിക്ട് ലെവലിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ഡിസ്ട്രിക്ട് കമ്മീഷണർ ഓർ കലക്ടർ എന്ന് പറയുന്ന പോസ്റ്റുകളിലുമായിരിക്കും നിയമനം ലഭിക്കുന്നത്. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ ഒരു നിയമനങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്നതോടുകൂടി തന്നെ ഒരു IAS ഓഫീസറുടെ ഫീൽഡ് അസൈൻമെൻറ്റ് ഏകദേശം അവസാനിച്ചിട്ടുണ്ടാകും. അധിക IAS ഓഫീസേഴ്സും ഡിപ്പാർട്ട്മെൻറ്റുകളിലോ മിനിസ്ട്രികളിലോ മറ്റു സംസ്ഥാന സെക്രട്ടേറിയറ്റുകളിലോ വിവിധ പൊസിഷനുകളിൽ എത്തിയിട്ടുണ്ടാകും. ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിനെ നയരൂപീകരണത്തിലും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലും സഹായിക്കുക, ഡിസിഷൻ മേക്കിംഗ് റിഗാർഡിംഗ് ഗവൺമെൻറ് പ്രോസസ്സസ് തുടങ്ങിയവയാണ് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അസൈൻമെൻറ്റ് ലഭിക്കുന്ന IAS ഓഫീസറുടെ ഡ്യൂട്ടികൾ എന്ന് പറയുന്നത്. മറിച്ച് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അസൈൻമെൻറ്റ്സ് ലഭിക്കുന്ന IAS ഓഫീസേഴ്സ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്, പവർ സ്റ്റേഷൻസ് തുടങ്ങിയ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് വകുപ്പുകളുടെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. നയരൂപീകരണത്തിനും റിവ്യൂയിങ്ങിനും അതിൻ്റെ എഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷനും വിവിധ മന്ത്രാലയങ്ങളെ സഹായിക്കുക എന്നതാണ് സെൻട്രൽ സെക്രട്ടേറിയറ്റ് അസൈൻമെൻറ്റ് ലഭിക്കുന്ന ഒരു IAS ഓഫീസറുടെ ഡ്യൂട്ടി. ഒരു IAS ഓഫീസറുടെ എസെൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അവരുടെ ഫങ്ഷണൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഫങ്ഷണൽ റോൾസ് എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പരിചയപ്പെട്ടത്. അടുത്ത സെഷനിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ മറ്റൊരു ഭാഗം നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതുവരെ ബൈ.